ശങ്കരൻ വക്കീൽ എന്ന വക്കീൽ പണി ചെയ്തിട്ടില്ലാത്ത ജയശങ്കർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ വന്നിരുന്ന് പറയുകയാണ്, പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ കൊള്ളാമല്ലോ എന്ന്. നമ്മൾ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിക്കുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേതാവ്, അദ്ദേഹം ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്ന ജയശങ്കർ എന്ന ശങ്കരൻ കേസില്ല വക്കീലിനെ കുറിച്ച് മലയാളി പൊതുസമൂഹം എന്താണ് വിലയിരുത്തേണ്ടത്? അതിൻ്റെ വീഡിയോ ലിങ്ക് യൂട്യൂബിൽ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകങ്ങൾ ഇങ്ങനെയാണ് പറയാം. ശൈലജ ടീച്ചർ തോറ്റാൽ MLA ആയി തുടരും. കാരണഭൂതൻ എങ്ങാനും തട്ടിപ്പോവുകയോ തട്ടാതെ പോവുകയോ ചെയ്താൽ ടീച്ചർ ആ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് ശൈലജ ടീച്ചർ വടകരയിൽ തോൽക്കണം. ഒന്ന്, തോറ്റു കഴിയുമ്പോൾ MP ആവാൻ പാർലമെന്റിൽ പോകേണ്ട കാര്യമില്ലല്ലോ, MLA സ്ഥാനത്ത് തുടരുകയും ചെയ്യാം. ഇതിനിടയിൽ കാരണഭൂതൻ തട്ടിപ്പോകണം. ആരാ കാരണഭൂതൻ? പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. തട്ടിപ്പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വടിയാവണം, മരിക്കണം. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ശൈലജ ടീച്ചർക്ക് മുഖ്യമന്ത്രിയാണ്. എത്ര മലീമസമായ മനസ്സാണ് ഇയാളെ ഇരുകാലി മനുഷ്യനെന്നാണ് പറയേണ്ടത്. ഇരുകാലിൽ ഇദ്ദേഹം കേരളത്തിലൂടെ അങ്ങോട്ട് നടക്കുന്നത് തന്നെ കേരളത്തിന് അപമാനമല്ലേ? ഈ ശങ്കരൻ വക്കീൽ, കേസില്ല വക്കീൽ, ഒരു പ്രമുഖ നേതാവ്, ഏത് രാഷ്ട്രീയമാവട്ടെ അല്ലെ ആരാവട്ടെ, ഒരു വ്യക്തി അയാളൊന്ന് ചത്തു കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരാൾ പരസ്യമായിട്ട് വീഡിയോയിൽ വന്നിരുന്ന് പറയുക, അല്ലെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ മനസ്സിലെ ദുഷിപ്പ് എവിടെ വരെ എത്തി എന്ന് നമ്മൾ ആലോചിക്കണം. ആ വാക്ക് ഒന്നുകൂടി ഞങ്ങൾ വായിക്കാം. ആ വാചകം, ശങ്കരന്റെ വാചകം. ശൈലജ ടീച്ചർ തോറ്റാൽ MLA ആയി തുടരും. കാരണഭൂതൻ പിണറായി വിജയനാണല്ലോ കാരണഭൂതൻ. എങ്ങാനും തട്ടിപ്പോവുകയോ തട്ടാതെ പോവുകയോ ചെയ്താൽ ടീച്ചർ ആ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത്രയും ക്രൂരമായൊരു മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതായത് ജീവിച്ചിരിക്കുന്ന ഒരാളാവും, അയാൾ അങ്ങ് ചത്തുപോകട്ടെ എന്നൊരാൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുകയാണ്. അത് അറിയാതെ തികട്ടി പുറത്തേക്ക് വരികയാണ്. എന്തൊരു ക്രൂരമായ അവസ്ഥയാണ് കേരളത്തിലെ ടെലിവിഷൻ ചർച്ചകളിൽ നടക്കുന്നത്. അതുപോലെ വീഡിയോ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ്. എന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ. ഞങ്ങൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മാപ്രകൾ വഴിനീള തല്ലുകൊള്ളുന്ന കാലം വിദൂരമല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇവരെ മാപ്രകൾ എന്നല്ല വിളിക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ചില മൈഡിയർ പ്രയോഗങ്ങൾ കൂടി ചേർക്കേണ്ടി വരും. നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇങ്ങനെ പോയാൽ ഒരാൾ വന്ന് വീഡിയോയിൽ വന്നിരുന്നിട്ട് അല്ലെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെയാണോ പറയേണ്ടത്? സോൺ റെക്കോർഡ്, ആ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. സംശയമുള്ള നമ്മുടെ പ്രേക്ഷകർക്കത് നോക്കിയാൽ മതി. എന്താ ഇതൊക്കെ? പിന്നെ ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ്, മെയ് 3. ഇത് രണ്ടും കൂടി ചേർത്ത് പറയേണ്ടുന്ന വിഷയമാണ്. അപ്പൊ ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിലാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. നാട്ടിലെ മുഖ്യമന്ത്രി മരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു വിരുദ്ധൻ, വേറൊരു വിരുദ്ധനെ കുറെ ദിവസമായിട്ട് മാപ്രകൾ ആഘോഷിക്കുകയാണ്, യദൂല ജാഥനെ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പൂർവ്വകാലമൊക്കെ എന്തൊക്കെയാണിപ്പം വലിച്ചു പുറത്തിട്ട് കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തെ ഹീറോ ആക്കി കൊണ്ടു നടക്കാൻ കുറെ മാധ്യമങ്ങൾ. അവർ ചോദിക്കുന്നു, ആര്യ രാജേന്ദ്രൻ മേയർ ചെയ്ത് ശരിയാണോ? കാറ് കൊണ്ട് മുന്നിട്ട് KSRTC ബസ് തടഞ്ഞല്ലോ, ശരിയാണ്. ആ ചെയ്തത് തെറ്റാണ്.
മേയർ എന്നല്ല ആരും ഒരു പൊതുവാഹനത്തിന് മുമ്പിൽ മറ്റൊരു വണ്ടി സ്വകാര്യ വാഹനം കൊണ്ടിട്ട് ആ ഗതാഗതം തടസ്സപ്പെടുത്താൻ പാടില്ല. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീഡിയയിൽ പറഞ്ഞതാണ്. ഞങ്ങൾ പറഞ്ഞത് തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ അന്ധമായിട്ട് അഭിപ്രായം പറയുന്നവരല്ല ലെഫ്റ്റ് റൈറ്റ് വോയിസ്. പക്ഷേ ഒരു മറുവശം കൂടിയുണ്ട്. ആ മറുവശത്തെ സാധൂകരിക്കുന്ന ഒരു പോസ്റ്റ് ഇന്നലെ മുൻ MLA ES ബിജിമോൾ CPIയുടെ MLA ഇട്ടിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് രാത്രി കാലത്ത് KSRTC ബസ്സുകൾ ഏത് സ്റ്റോപ്പിലും സ്ത്രീകൾ ഇറങ്ങാനുണ്ടെങ്കിൽ നിർത്തി കൊടുക്കണം, അംഗീകൃത സ്റ്റോപ്പിൽ മാത്രം നിർത്തേണ്ട കാര്യമില്ല, സ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ എവിടെയും നിർത്തണം എന്നുള്ള നിയമം ഉണ്ടായതിൻ്റെ ചരിത്രം ES ബിജിമോൾ എഴുതിയിട്ടുണ്ട്. അതും ഇപ്പം ആര്യ രാജേന്ദ്രൻ ചെയ്ത് തമ്മിൽ ഒന്ന് കൂട്ടി വായിച്ചാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. ഈ യദുകുലജാതരെ ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ അതൊന്ന് കാണുന്നത് നന്നായിരിക്കും. അതൊരു വലിയ പോസ്റ്റാണ്. അത് ഇവിടെ മുഴുവൻ ഞങ്ങൾ വായിച്ച് സമയം ദീർഘിപ്പിക്കുന്നില്ല. ES ബിജിമോൾ പറയുന്നത് എന്താണ്? അവരെന്ന് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇടുക്കിയിലെ പീരുമേട്ടിലെ. രാത്രി കോട്ടയത്തു നിന്ന് അവിടേക്കുള്ള ലാസ്റ്റ് ബസ്, രാത്രി ബസ്സാണ്, 7-8 മണി കഴിഞ്ഞുള്ള ലാസ്റ്റ് ബസ്സിൽ ബിജിമോളും വേറെ 3-4 സ്ത്രീ യാത്രക്കാർ, പിന്നെ ഒരു 7-8 ആണുങ്ങളുണ്ട് ഈ ബസ് പോവുകയാണ്. അങ്ങനെ ഇടുക്കിയിലെത്തി അവരുടെ ഈ സ്ത്രീ ടിക്കറ്റ് എടുത്തത് ഒരു സ്റ്റോപ്പിലേക്കാണ് ടിക്കറ്റ് കൊടുക്കുക. കാരണം ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് ഈ പോകുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ ഓർഡിനറി ഏതായാലും ലിമിറ്റഡ് സ്റ്റോപ്പാണ്. അപ്പം രാത്രിയിലും സ്റ്റോപ്പിലെ നിർത്തൂ എന്നതാണ് അന്ന് ചട്ടം. ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞത് there are laws and laws, നിയമങ്ങളും ഉണ്ട്. നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ? ഇവിടെയും നിയമത്തിന് വേണ്ടിയാക്കാൻ ഒരു കണ്ടക്ടർ തീരുമാനിക്കുകയും നിയമം മനുഷ്യന് വേണ്ടിയല്ലെന്ന് തെളിയിക്കുകയും ചെയ്ത സംഭവത്തിലാണ് ES ബിജിമോൾ ഇടപെട്ടത്. രാത്രി 9 മണി 10 മണിയൊക്കെ ആവുന്നു. ഇവരുടെ ബന്ധു ഇവരിറങ്ങേണ്ട വീടിൻ്റെ അവിടെ കാത്തു നിൽപ്പുണ്ട് റോഡ് സൈഡിൽ. ഇവർക്ക് അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർ പറ്റൂല എന്ന് പറഞ്ഞു. അവിടുന്ന് 3 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് മാത്രമേ അംഗീകൃത സ്റ്റോപ്പുള്ളൂ, നിങ്ങൾ അവിടേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. there are laws and laws എന്ന് പറയുന്ന ഇവിടെയാണ്. അപ്പൊ ആദ്യം ആണുങ്ങളായ യാത്രക്കാരൊന്നും ഇടപെടുന്നില്ല, വെറുതെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീയും യാത്രക്കാരിയും കണ്ടക്ടറും തമ്മിൽ വഴക്കായപ്പോൾ ഈ ബിജിമോൾ അതിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് മനുഷ്യത്വമില്ലായ്മയെ പറയുന്നത്? ആ സ്ത്രീ ഒറ്റയ്ക്ക് രാത്രി ഇറങ്ങിയിട്ട് 3 കിലോമീറ്റർ പിന്നെ അവരെങ്ങനെ വീട്ടിൽ പോകും ദൂരം? അവരുടെ ബന്ധു അവിടെ കാത്തു നിൽക്കുന്നു. ഈ വഴക്കിനിടയിൽ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് ബിജിമോൾ സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് മര്യാദയുടെ കാണിക്കുന്നത്? അപ്പൊ ബഹളമായി. അവിടെ അടി കൈവച്ചില്ല എന്നേ ഉള്ളൂ. ബിജിമോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെടുന്ന ആളാണ്, അറിയാമല്ലോ, സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും. അപ്പോൾ ബസ് അവിടെ 1 മിനിറ്റ് അവിടെ നിർത്തി ഈ ബഹളം കൂടിയപ്പോൾ. അപ്പോൾ യാത്രക്കാര് അപ്പോഴാണ് മാന്യന്മാർ വാതുറക്കുന്നത്. ചിലര് ഈ കാണിച്ച ശരിയല്ല, അവരെ അവിടെ ഇറക്കി വിട്ടുകൂടെ എന്നൊക്കെ 1-2 യാത്രക്കാർ, അതുവരെ അവർ മിണ്ടിയിട്ടില്ല. സ്ത്രീ മാത്രമേ അവിടെ ഇടപെട്ടിട്ടുള്ളൂ. ഒരു സ്ത്രീ മാത്രം, ഒരു ജനപ്രതിനിധി. അവർ MLA ആകുന്നതിന് മുമ്പുള്ള സംഭവമാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുന്നത്. ഇതൊക്കെ ആണുങ്ങൾ കണ്ടുപിടിക്കണം. മിണ്ടാണ്ടിരിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, മൗനം പാലിക്കുന്നവർ. ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ സ്ത്രീകൾ ഇടപെടും. അതൊരു വേറൊരു സൈക്കോളജിയാണ്, ഒരു മനഃശാസ്ത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവര് ബസ്സിന് മുമ്പിൽ കയറി നിന്നു ബിജിമോൾ. ഇവരെ അവിടെ ഇറക്കി വിടാതെ, അപ്പൊ സ്റ്റോപ്പ് ആവുന്നില്ല. ഇവർക്ക് ഇറങ്ങേണ്ട വീടിന്റെ അടുത്തുള്ള സ്ഥലമായിട്ടില്ല. ബിജിമോൾ ഇറങ്ങി ബസ്സിന് മുമ്പിൽ, KSRTC ബസ്സിന് മുമ്പിൽ അവിടെ നിന്നു. അവരെ അവിടെ ഇറക്കുമെന്ന് ഉറപ്പ് തരാതെ ഈ ബസ് പോവില്ല എന്ന് പറഞ്ഞു. ആര്യ രാജേന്ദ്രൻ KSRTCയുടെ മുമ്പിൽ കൊണ്ട് ബസ്സിന് പോയിക്കൊണ്ട് ഒരു കാർ ഇട്ടതാണല്ലോ ഇപ്പോഴത്തെ വിഷയം. അപ്പം തിരിച്ചു ചോദിക്കട്ടെ, ES ബിജിമോൾ ചെയ്ത എന്താണ്? തെറ്റല്ലേ? ഈ തെറ്റും ശരിയും ആരാണ് തീരുമാനിക്കുന്നത്? നിയമങ്ങളും ആരാണ് തീരുമാനിക്കുന്നത്? നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയാണ് നിയമങ്ങൾ, അല്ല നിയമത്തിന് വേണ്ടിയല്ല നിയമങ്ങൾ. അങ്ങനെ വിഷയം അവസാനം സോൾവായി. അവിടെ ഇറക്കി വിടാമെന്ന് സമ്മതിച്ചു. ഡ്രൈവർ പറഞ്ഞു അവിടെ ഇറക്കി വിടാം, പ്രശ്നം പരിഹരിക്കാം. അങ്ങനെ ബസ് മുന്നോട്ട് നീങ്ങി. ഈ സ്ത്രീ അവിടെ ഇറങ്ങി. അവരെ കാത്ത് അവരുടെ ബന്ധുവിടെ നിൽപ്പുണ്ട്. അവർ വീട്ടിലേക്ക് പോയി. ഈ വിഷയം അവർ MLA ആയപ്പോൾ അവർ അസംബ്ലിയിൽ ബിജിമോൾ ഉന്നയിക്കുകയും വേറെ പല ജനപ്രതിനിധികളെ MLA മാർ അതിൽ സപ്പോർട്ട് ചെയ്യുകയും
അതൊരു വലിയ ഇഷ്യൂ ആക്കിയിട്ട് മാറ്റിയെടുക്കുകയും KSRTC ബസ് രാത്രിയിൽ എവിടെയും ഏത് സ്റ്റോപ്പിലും കൊടുക്കണമെന്ന് നിയമം ഉണ്ടാക്കുകയും KSRTC മാനേജ്മെന്റ് അത് സ്റ്റാൻഡിംഗ് ഓർഡർ മാൻഡേറ്ററി ആയിട്ട് ഇറക്കുകയും ചെയ്ത ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു നിയമം പരിഷ്കരിക്കാൻ കാരണമായ സംഭവം ES ബിജിമോളിന്റെ ഈ സമയോചിത ഇടപെടലാണ്. ആര്യ രാജേന്ദ്രനും അത്രേ ചെയ്തിട്ടുള്ളൂ. വേറെന്തെങ്കിലും അവർ അനീതി കാണിച്ചു, പെട്ടെന്ന് ഇടപെടേണ്ടി വന്നു. ചിലപ്പോൾ അങ്ങനെ ഇടപെടേണ്ടി വരും. അപ്പൊ നിയമത്തിന്റെ നൂലാമാലയിൽ കൂടെ there are laws and laws എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയാൽ മതിയോ? അങ്ങനെയൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ബിജിമോൾ ജനങ്ങൾക്ക് വേണ്ടി, സ്ത്രീ യാത്രക്കാർക്ക് വേണ്ടി ഇടപെട്ടതുപോലെ തന്നെയാണ് അശ്ലീലം പെരുമാറിയ ഒരു ഡ്രൈവറെ, ഓവർടേക്ക് വിഷയത്തിൽ ഒരു ഡ്രൈവറെ തടഞ്ഞു നിർത്തിയിട്ട് അല്ലെ ബസ് നിർത്തിയപ്പോൾ അതിന് മുമ്പിൽ കാറിട്ടിട്ട് അവർ ഇടപെട്ടത്. അതിനെ അങ്ങനെ എടുത്താൽ മതി. അതിൻ്റെ പേരിൽ അവരുടെ പൂർവ്വചരിത്രമെല്ലാം പെറുക്കി ചകഞ്ഞെടുത്തിട്ട് അവരെ അപമാനിക്കുക, അവരുടെ ഭർത്താവായ MLA അപമാനിക്കുക. ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ജനപ്രതിനിധികളെ ആക്ഷേപിക്കുന്നത് പുതിയ കാര്യമല്ല. ശ്രീനിജിനെ എതിരെ CPM MLAക്കെതിരെ എറണാകുളത്ത് നടക്കുന്ന നീക്കങ്ങൾ, 2020 വിഷയം, സാബുവൻ ജേക്കബ് ശ്രീനിജിനെ ഒരു ജീവിതത്തിലെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ദളിത് MLAയോട്, അതേപോലെ സച്ചിൻ ദേവിനോട് കാണിക്കുന്ന ഈ ഒരു പരിപാടി, അതിനെ മീഡിയ ആഘോഷിക്കുക, ഒരു സംഘിയായ ഡ്രൈവറെ ഹീറോയായിട്ട് പ്രതിഷ്ഠിക്കുക. ഇതിന് പിന്നിൽ വളരെ മ്ലേച്ഛമായ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. ആ രാഷ്ട്രീയത്തെ എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ് കേരളത്തിന്റെ ആവശ്യം. ഇതിവിടെ അനുവദിക്കാൻ പാടില്ല. ഈ ന്യായീകരണം ഉണ്ടല്ലോ, എല്ലാത്തിനെയും സാമാന്യവൽക്കരിക്കുന്നത്. മേയർ ചെയ്തത് തെറ്റായി പോയത്രേ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ES ബിജിമോൾ ചെയ്തത് തെറ്റായി പോയത്രേ. അവര് അതിൽ ഇടപെടാൻ പാടില്ലായിരുന്നു അത്രേ. അവര് ആ രാത്രി ആ വനിതാ യാത്രക്കാരിയെ ആ സ്ത്രീയെ അവിടെ ഇറക്കി വിടാൻ അവർ ഇടപെടാൻ പാടില്ലായിരുന്നു. മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കണതായിരുന്നു അത്രേ. നിങ്ങൾക്ക് ഏത് ലോകത്താണ് മാധ്യമങ്ങളെ, മാപ്പറകളെ? ഇടപെടേണ്ടി വരും. ഇടപെട്ട് കഴിയുമ്പം ഒരു സ്ത്രീയാണെന്നുള്ളത് വെച്ചിട്ട് അവർക്കെതിരെ അശ്ലീല കാമ്പയിൻ നടത്തുക, അശ്ലീല കാമ്പയിൻ നടത്തുന്നവരെ കൊണ്ട് അന്തിച്ചടച്ച ഫ്ലോറിൽ കൊണ്ടിരുത്തി അവരെ ആദരിക്കുക, ബഹുമാനിക്കുക, പൊന്നാടയിടുക, ഇതൊക്കെ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. സ്ത്രീകൾ ഇടപെട്ടിരിക്കും, എന്താ കുഴപ്പം? അവര് ഇടപെടുമ്പോൾ അവർ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിഴയടയ്ക്കാനും ആ നിയമം ലംഘിച്ചതിന്റെ പേരിൽ അവർക്ക് ശിക്ഷ ഏറ്റുവാങ്ങാനും അവർക്ക് മടിയില്ല. അങ്ങനെയാണ് അവരിടപെടുന്നത്. അപ്പൊ ആര്യ രാജേന്ദ്രൻ ഇടപെട്ടത്, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് കൂടിയായ സച്ചിൻ ദേവ് MLA ഇടപെട്ടത് അവർക്ക് വേണ്ടി മാത്രമല്ല. മേലാൽ ഈ മാതിരി തോന്നിയാസം, ആ വാക്ക് തന്നെ ഞങ്ങൾ പറയാണ്, മേലാൽ ഈ മാതിരി തോന്നിയാസം KSRTCയിലെ ചില ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും മോശക്കാരാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ചില പുഴുക്കുത്തുകളുണ്ട് KSRTCയിൽ, പോലീസിലുള്ളതുപോലെ. അവര് ചെയ്ത പ്രവൃത്തികൾ അതൊക്കെ സ്ക്രൂട്ടണിക്ക് വിധേയമാക്കണം. ഇത്തരക്കാരെ കൊണ്ട് ചാനൽ ഫ്ലോറിൽ കൊണ്ടിരുത്തി ആഘോഷിക്കുന്ന മാധ്യമങ്ങൾക്കിട്ട് പണി കൊടുക്കണം. ഏത് മാധ്യമമായാലും, അത് യൂട്യൂബ് ആയാലും. ഇത് അനുവദിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പം നമ്മുടെ പ്രേക്ഷകർ എന്ത് പറയുന്നു? ആര്യ രാജേന്ദ്രൻ ചെയ്തതിനെ ന്യായീകരിക്കുന്നോ, എതിർക്കുന്നോ? ES ബിജിമോൾ അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവരെ എതിർക്കുന്നോ, അനുകൂലിക്കുന്നോ? ഇതാണ് ചോദ്യം. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചിട്ട് ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നിയമങ്ങളും ഉണ്ട്. there are laws and laws. നിയമം മനുഷ്യന് വേണ്ടിയാണ്. ഇരുകാലി ചങ്കരമക്കിയിൽ പിണറായി വിജയൻ ചത്തുപോകണമെന്ന് വന്ന് പറയുന്ന അത്രയും നികൃഷ്ടമായ മാധ്യമ ചർച്ചയിലേക്ക് നമ്മുടെ മാധ്യമലോകം ചെന്ന് പടുകുഴിയിൽ വീണിരിക്കുകയാണ്. ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ്. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. എന്ത് സ്വാതന്ത്ര്യം ഇവിടെ മീഡിയയ്ക്കുള്ളത് കേരളത്തിൽ, അല്ലല്ല ഈ രാജ്യത്ത്? മുതലാളിയുടെ ഏറാൻമൂളികളായ കുറെ മാപ്രകൾ മുതലാളിയുടെ മറ്റ് കച്ചവടങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക,
മുതലാളിക്ക് വേണ്ടി വാർത്ത ഉണ്ടാക്കി കൊടുക്കുക, മുതലാളിക്ക് വാർത്ത ചെയ്യാത്ത ജൂനിയേഴ്സിനെ പീഡിപ്പിക്കുക, അവരെ കൊണ്ട് രാജിവെപ്പിച്ച് പുറത്തേക്ക് പോവുക. ഇതാണല്ലോ നമ്മുടെ ലോക മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യം എന്താണ്? ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ നിഷ്കുക്ഷ മാധ്യമ പ്രവർത്തനത്തെക്കാൾ മര്യാദ പാർട്ടിയുടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ പത്രത്തിലോ ചാനലിലോ ഇരുന്ന് പണിയെടുക്കുന്നവർക്ക് അഭിമാനം കൂടുതലുണ്ട്. കാരണം അവർക്ക് ഈ മറ്റ് വൃത്തികെട്ട പരിപാടികൾ അവർക്കില്ല. ഇപ്പൊ ഏത് പാർട്ടി ചാനലായാലും പാർട്ടി പത്രമായാലും, സേ ഫോർ എക്സാമ്പിൾ ദേശാഭിമാനി ആയാലും കൈരളി TV ആയാലും ജയ് ഹിന്ദ് ആയാലും ഈവൻ ജനൻ TV ആയാലും പിന്നെ ജന്മഭൂമി ആയാലും ഈ നിഷ്കുഷ പറയുന്ന കുറെ മാപ്രകളുണ്ടല്ലോ, അവരെ മാറ്റി നിർത്തിയിട്ട് പറയാണ് അവിടെയൊക്കെ പണിയെടുക്കുന്നവർക്ക് അവർക്ക് അഭിമാനമുണ്ട്. ദേശാഭിമാനി ആയാലും ജന്മഭൂമി ആയാലും കൈരളി ആയാലും ജയ് ഹിന്ദ് ആയാലും വീക്ഷണമായാലും ആ അഭിമാനം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രഖ്യാപിത നയം ഇതാണ്, ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും പാർട്ടിക്ക് അനുകൂലമായ വാർത്തകൾ എഴുതും, ഞങ്ങളത് പ്രചരിപ്പിക്കും, ഞങ്ങളെ എതിർക്കുന്നവരെ ഞങ്ങൾ നേരിടും ഞങ്ങളുടെ മീഡിയയിലൂടെ. അവരത് പ്രഖ്യാപിച്ചിട്ട് പണിയെടുക്കുന്നവരാ, സത്യസന്ധത അതിനുണ്ട്. പക്ഷെ ഈ മറ്റേ പണിയുണ്ടല്ലോ, ഈ മറ്റ് മുഖ്യധാര മാധ്യമങ്ങളിലെ ഈ പിമ്പ് പണി, കൂട്ടിക്കൊടുപ്പ് പണി, മുതലാളിക്ക് വേണ്ടി പണിയെടുക്കുക, നന്നായിട്ട് പണിയെടുക്കുന്നവരെ പീഡിപ്പിക്കുക, വർക്ക് പ്ലേസിൽ, ജോലി സ്ഥലത്ത്, എഡിറ്റോറിയൽ റൂമിൽ പീഡിപ്പിക്കുക, ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് പലയിടത്തും ഇതാണ്. ഗോഡി മീഡിയ, കേരളത്തിലെ മീഡിയയും ഗോഡി മീഡിയ ആയി മാറിക്കഴിഞ്ഞു. അല്പമെങ്കിലും മാന്യത സൂക്ഷിക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മീഡിയ, പത്രവും ചാനലും ഓൺലൈനായാലും അതിൽ പണിയെടുക്കുന്ന മാധ്യമ പ്രവർത്തകരെയാണ് നമ്മൾ മാനിക്കേണ്ടത്. അവർ പറയുന്നു ഞങ്ങളുടെ ജോലി ചെയ്യുന്നു, വേറെ കുത്തിത്തിരിപ്പോ, വേറെ അതിൻ്റെ അകത്ത് വേറെ ഒളിച്ചുകളിയൊന്നുമില്ല, കൂട്ടിക്കൊടുപ്പുമില്ല, കാശുണ്ടാക്കലുമില്ല. അവരെയാണ് ഈ ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ന് ഞങ്ങൾ മാനിക്കുന്നത്, ആദരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പാർട്ടി പത്രങ്ങളിലും ചാനലിലും ഓൺലൈനിലും പണിയെടുക്കുന്ന വളരെ സത്യസന്ധരായ ആ മാധ്യമ പ്രവർത്തകരെയാണ്. ബാക്കി മുഴുവൻ ഗോഡി മീഡിയയാണ്. ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഏത് പുതിയ വിഷയം വന്നാലും നിങ്ങൾ ഗോഡി മീഡിയ തന്നെയാണ്.